താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ പുൽക്കൂട് ഏറെ ശ്രദ്ധേയമായി. താവം ഇടവക ഡോൺ ബോസ്കോ എന്ന കൂട്ടായ്മയാണ് പുൽക്കൂട് ഒരുക്കിയത്. താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ പുൽക്കൂട് ഏറെ ശ്രദ്ധേയമായി. അപ്പത്തിന്റെ വീട് എന്നറിയപ്പെടുന്ന ഈശോയുടെ ജന്മനാടായ ബത്ലഹേമും ഗ്രാമവും പട്ടണവുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സുഖസൗകര്യങ്ങളുണ്ടായിട്ടും കാലിത്തൊഴുത്തിൽ പിറന്ന യേശുദേവന്റെ എളിമ ഇതിലൂടെ വ്യക്തമാക്കുന്നു. അവിടുന്ന് സർവ്വജീവജാലങ്ങളുടെയും രക്ഷകനാണെന്ന് അവിടുന്ന് അറിയിക്കുകയായിരുന്നു. നമുക്കും ലോകത്തിലേക്ക് അവതരിച്ച യേശുവിന്റെ രക്ഷാകര ചൈതന്യശക്തിയാൽ നിറയപ്പെടുവാനായി പുൽക്കൂട്ടിലേക്ക് നമുക്ക് നോക്കാം. യേശുവിന്റെ ലാളിത്യവും യേശുവിന്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളും കണ്ടുകൊണ്ട് നമുക്കും എളിമയോടുകൂടെ സഹോദരങ്ങളോട് ജീവിക്കുവാൻ കഴിയട്ടെ. കാലിത്തൊഴുത്തിന്റെ ആ മനോഹാരിതയും ഒപ്പം ഗ്രാമത്തിന്റെ ഭംഗിയും എല്ലാം കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് കൂട്ടായി ചിന്തിച്ച് വളരെ മനോഹരമായ ഈ പുൽക്കൂട് നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് പുൽക്കൂട് കാണാൻ താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.